ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് കുക്കിംഗ് വ്ളോഗൊന്നും ഇല്ല കേട്ടോ. ശ്രേയസിനും വേദിക്കും എക്സാമിന് മുന്നേ ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവുകയാണ്. ബീച്ച് വേണോ മോള് വേണോ എന്നുള്ള ചോദ്യത്തിന് നറുക്ക് വീണത് മോളിനാണ്. അങ്ങനെ ഞങ്ങൾ ഫോക്കസ് മോളിലേക്ക് പോയി. അപ്പോൾ അവിടെ പോകുമ്പോൾ രണ്ടാൾക്കും വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ആ ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ഒന്ന് കൈവച്ച് നിന്ന് അതിൽ തണുപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഒരു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പോകുന്ന ഫുഡ് കോർട്ടിലേക്കാണ്. ഞാൻ ആക്ച്വലി സെൽഫി സ്റ്റിക്ക് വീട്ടിൽ തന്നെ വെച്ച് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഓരോ ഷോപ്സൊക്കെ കാണിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവർക്ക് മാഷ്മെല്ലോയും ചോക്ലേറ്റും കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫോക്കസ് മോളിൽ ഫുഡ് കോർട്ടിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല ഡെക്കോറൊക്കെ ഉണ്ട്, കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതും കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ സംഭവം ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് സോസും അതിൻ്റെ കൂടെ മാഷ്മെല്ലോ. ശ്രേയസ് ആണെങ്കിൽ ഇന്ന് കൈ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് ക്ലാസ്സിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് എല്ലാ ഉത്തരവും പറഞ്ഞപ്പോൾ ടീച്ചർ അവൻ്റെ ബാൻഡേജിന് മുകളിലാണ് അവന് മാർക്ക് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ആൾ. അത് പറയുന്നത് അതൊരു 10 ഔട്ട് ഓഫ് 10 എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് ഫിഷ് പാല് പോകണം എന്നുള്ളത്. അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം കിടുവാണ് കേട്ടോ. അങ്ങനെ ഇത് ആക്ച്വലി കുറേ ഫിഷ് ഉണ്ട്. നമ്മൾ പണ്ട് കുളത്തിലൊക്കെ കാല് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇങ്ങനെ മീനൊക്കെ വരില്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ അടിയിലും ഇങ്ങനെ കാൽപാദത്തിലൊക്കെ ഇല്ലേ ഫുള്ളിങ്ങനെ ഫിഷൊക്കെ അവിടെ വന്ന് പൊതിയും. അങ്ങനെ അത് ചെയ്യുന്ന ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ ഡെഡ് സെൽസ് ഇല്ലേ നമ്മുടെ കാലിൽ, അത് റിമൂവ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വച്ചിട്ടിരുന്നു. 12 മിനിറ്റ് ആണ്. ഓക്കെ, 12 മിനിറ്റ് ആയിരുന്നു. ഞാനിങ്ങനെ കാല് വെച്ചിരിക്കുന്ന കാണുമ്പോൾ ശ്രേയസിനും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെയാണ് എന്നൊക്കെ. ആൾ എന്നോട് റിവ്യൂ ചോദിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവസാനം തീരുമാനത്തിലെത്തി. അങ്ങനെ ആളും എൻ്റെ കൂടെ തന്നെ ഇരുന്നു. അപ്പോൾ ആൾക്ക് അതിലിരുന്നിട്ട് കാലിലൊക്കെ ഇക്ലി ആവാമെന്നാണ് പറയുന്നത്. വേദിക്കാണെങ്കിൽ വലിയ ധൈര്യം പോരാ ഇതിനൊന്നും. അപ്പോൾ ഞാനിരുന്ന സമയത്ത് ഇവർ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ശ്രേയസ് ആണെങ്കിൽ ഇതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ശ്രേയസിനോട് പറഞ്ഞ് ഞങ്ങൾ മെല്ലെ അതിന് മുന്നിലുള്ളൊരു ബെഡ്ഷീറ്റ് ഷോപ്പുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ശ്രേയസ് കാണിച്ച് തരാണ് ഫിഷൊക്കെ ഇങ്ങനെ കാലിൽ വന്ന് ഇതാക്കാണ്. നല്ല രസമുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഷോപ്പിലേക്കൊന്ന് കയറി. അവിടെ ബെഡ്ഷീറ്റ്, ബാത്ത് ടവൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. പല തരത്തിലുള്ളത്, പല മെറ്റീരിയൽസിലുള്ളതുണ്ട്. അങ്ങനെ ഓഫറാണ് ഇവിടെ. അപ്പോൾ ഓരോ ദിവസം ഓരോ കാറ്റഗറിയിലാണ് ഓഫർ എന്ന് ആൾ പറഞ്ഞു. അപ്പോൾ വേദിയൊക്കെ ആണെങ്കിൽ ബാത്ത് ടവൽ വാങ്ങണം എന്നാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടോ. ഫോക്കസ് മോളിൽ ഇങ്ങനെ ലൈവ് പിക്ചർ ഡ്രോയിങ്, പിന്നെ മെഹന്തി ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് മെഹന്തി ഇട്ട ഫോക്കസ് മോളിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പ്ലേസായ ഐസ്ക്രീം ഷോപ്പിലേക്ക് വന്നു. ഈ ഫോക്കസ് മോളിന് പുറത്ത് തന്നെയാണിത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 4 പേരും 4 ഫ്ലേവറാണ് വാങ്ങിയത്. വേദിയൊക്കെ ഏതോ ഒരു പഞ്ചാബി ഫ്ലേവർ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. അവസാനം അവൾക്ക് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിയത് വാട്ടർ മെലനാണ്. അതായത് ഇവിടെ പുറത്ത് ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക്
ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വൈകിയാലും ആൾക്കാർ ഇങ്ങനെ വിൽക്കാനൊക്കെ നിൽക്കുന്നു. ഞങ്ങൾ വന്നത് ഈ മോമോ വാങ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിലേക്കാണ് കേട്ടോ. ഇത് ഈ ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.